കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാൾ കേരള നിയമസഭയിലെത്തുന്നത് നല്ല കാര്യമാണ്. എം സ്വരാജിനെ പരാജയപ്പെടുത്തി എത്തുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ എത്തുന്നത് ആര്യാടൻ മുഹമ്മദും കോൺഗ്രസും ഒരു കാലം വരെ മുന്നോട്ട് വെച്ചിരുന്ന സെക്യുലർ ക്രെഡൻഷ്യൽസ് കംപ്ലീറ്റ് കോംപ്രമൈസ് ചെയ്തിട്ടാണ് എന്നുള്ളത് അത് 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 പേടിയുണ്ടാക്കുന്ന കാര്യമാണ്. അത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഈ കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്നത് ഇവര് തന്നെയാണെന്നുള്ളതാണ് അതിന്റെ കാര്യം, പുറത്തുള്ള ആൾക്കാരല്ല. ആഘോഷത്തിന് ശേഷം എം സ്വരാജിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് വർഗീയവാദികളാണ്, ഒരു വ്യത്യാസമില്ലാതെ. ഈ പോസ്റ്റ് SDPI-കാരൻ്റെതാണോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെതാണോ സംഘപരിവാറിൻ്റെതാണോ എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എം സ്വരാജ് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ എനിക്ക് ഇതിലേറെ ആഹ്ലാദത്തിന് എന്ത് വേണം എന്നുള്ളത്. ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ അത് പ്രാഥമികമായ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ കാര്യത്തിൽ കേരളത്തിൽ വളരെ ഗംഭീരമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എം സ്വരാജ്. തുടക്കം മുതൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത അന്നും ഇന്നും ജില്ലാ സെക്രട്ടേറിയറ്റിലെ, പക്ഷേ ഇലക്ഷൻ പ്രചരണ സമയത്ത് ഇല്ലാതിരുന്ന സഖാവ് അനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആദ്യം പറഞ്ഞ ഒറ്റ കാര്യമാണ്, സ്ഥാനാർത്ഥിയാണെന്നല്ല പോട്ടെ, ഒരൊറ്റ വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അത് തന്നെയാണ് എം സ്വരാജ് കൃത്യമായി ആവർത്തിച്ചത്. അത് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും പറഞ്ഞത്. പക്ഷെ അപ്പുറത്ത് അങ്ങനെയല്ല. ആര്യാടൻ ഷൗക്കത്ത് തന്നെ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അവര് വന്ന് ആഘോഷിക്കുന്നു. ഇത് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിന്, കോൺഗ്രസും CPM-ഉം അല്ലെങ്കിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള പവർ ബാലൻസിന്, അവർ തമ്മിൽ നടക്കേണ്ടുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു ഇലക്ഷൻ ബാറ്റിലിന് ഭയങ്കര കുഴപ്പം ചെയ്യുന്നുണ്ട്. ഇനി ഈ കാര്യം പറയുമ്പോൾ, അതായത് ജമാഅത്തെ ഇസ്ലാമിയും സംഘപരിവാറും തന്നെ, BJP-യും ജമാഅത്തെ ഇസ്ലാമിയും തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്നുള്ളത്, അവർ രണ്ടുപേരും വർഗീയ കക്ഷികളാണെന്ന് കോൺഗ്രസ് തന്നെ ഔദ്യോഗികമായി പറയുന്ന സാധനം നമ്മൾ പറയുമ്പോൾ CPM-ന്റെ ആളുകൾ, ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ പറയുമ്പോൾ VD സതീശൻ അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നിലമ്പൂരുകാരെ മുഴുവൻ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെയല്ലല്ലോ, നിലമ്പൂരുകാരെ മുഴുവൻ വർഗീയവാദികളാണെന്നല്ല. അങ്ങനെയാണെങ്കിൽ 66,000 ആളുകൾ പിന്നെ എം സ്വരാജിന് വോട്ട് ചെയ്യില്ല. 70,000 കൂടുതൽ, 77,000-അടുത്ത ആളുകൾ എന്താ പറയാ ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല. അവരെല്ലാവരും വർഗീയവാദികളാണെന്നല്ല. പക്ഷെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ രണ്ടു പക്ഷത്തു നിന്നുള്ള വർഗീയ സംഘടനകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ 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 ഭീതിതമായ ഒരു കാര്യമാണ്. കോൺഗ്രസും CPM-ഉം തമ്മിൽ നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ മത്സരത്തിന് ഒരുങ്ങുകയാണ് നിലമ്പൂർ എന്നുള്ള രീതിയിൽ വളരെ വളരെ പ്രതീക്ഷയോടെ, വളരെ ആവേശത്തോടെ നമ്മൾ ആ ഇലക്ഷന് കണ്ടിട്ടുള്ളത്. നല്ല കാര്യം, നല്ല രണ്ട് കാൻഡിഡേറ്റ്സ്. പക്ഷേ അത് അവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് പോയിട്ട് UDF ജയിക്കുകയും പക്ഷെ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാതാവുകയും ചെയ്യാണ്. ഇത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ ഉയർത്തുന്ന, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ട് പരാജയപ്പെടണമോ, അതോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇല്ലാതായിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജയിക്കേണ്ടതുണ്ടോ? 2 ടേം അധികാരത്തിന് പുറത്ത് നിന്ന് കഴിഞ്ഞു എന്ന് വരുമ്പോ കേരളത്തിലെ UDF ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നാണ്. ഇന്ന് അസീഫ് തലത്ത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, മരിച്ചുപോയ തൊട്ടു മുമ്പത്തെ ലീഗിന്റെ നേതാവായിരുന്ന ഹൈദരലി തങ്ങൾ ഒരേ ഒരു സമര രംഗത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അത് BJP-യുടെ VV രാജേഷ് നിരാഹാരം കടന്നെടുത്തായിരുന്നു. അതിന്റെ മുന്നത്തെ തങ്ങൾ ഒരേ ഒരു ഇലക്ഷൻ പ്രചരണത്തിലെ പങ്കെടുത്തിട്ടുള്ളൂ. അത് കോലീബി മുന്നണിയുടെ ബേപ്പൂരിലെ BJP കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ പാർട്ടിയുടെ ഏറ്റവും പുതിയ സ്റ്റേജിൽ കയറാൻ അനുവാദമില്ലാത്ത സ്ത്രീ നേതാവാണ് എം സ്വരാജിനെ പോലുള്ള ഒരാളെ സംഘാവ് എന്ന് വിളിക്കുന്നത്. അതേസമയം അയ്യപ്പനാണ് തോൽപ്പിച്ചതെന്ന് സംഘപരിവാറിന്റെ ആളുകളും വിളിച്ചു പറയുന്നു. സത്യത്തിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കാണുകയാണ് നിലമ്പൂരിലെ റിസൾട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 വർഷം PV അൻവർ എന്ന് പറഞ്ഞ ഒരു അരാഷ്ട്രീയ നേതാവിന്റെ, സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു അരാഷ്ട്രീയ നേതാവിന്റെ കയ്യിൽ പെട്ടിരുന്ന അവിടുത്തെ പാർട്ടി സംവിധാനത്തെ LDF സംവിധാനത്തെ തിരിച്ചുപിടിക്കുക എന്നുള്ളതായിരുന്നു LDF-ന്റെയും CPM-ന്റെയും മുന്നിലുള്ള ആദ്യത്തെ ഉത്തരവാദിത്തം, ആദ്യത്തെ ടാസ്ക്. അത് 100% ഭംഗിയായിട്ട് CPIM LDF അവിടെ നേടിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആ ഇലക്ഷനിൽ രാഷ്ട്രീയമായിട്ട്, പൊളിറ്റിക്കലായിട്ട് LDF വിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ആ പാർട്ടിയെയും സിസ്റ്റത്തെയും ഒരു പോറലുമില്ലാതെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്.